പല ആൾക്കാരും ഭീഷ്മക്ക് തൂക്കേറ് വിധിച്ചതിനെതിരെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടങ്ങനെ പല ആൾക്കാരും. അതിന് പല കാരണങ്ങളുണ്ട് അവർ ഉന്നയിക്കുന്നത്. കാരണം ഗ്രീഷ്മ സ്ത്രീ ആയതുകൊണ്ടും ഇത് അപൂർവമായിട്ട് കണ്ടതാണോ? സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറാണല്ലോ. അതുകൊണ്ടാണോ തൂക്കേറ് വിധിച്ചത്? ഇതുപോലെ വലിയ വലിയ ക്രൈംസൊക്കെ ഇതിനപ്പുറം നീചമായിട്ട് ക്രൂവലായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെന്താ ഈ ഗ്രീഷ്മയ്ക്ക് മാത്രം കൊടുത്തു എന്നുള്ള ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇതിന് ഗ്രീഷ്മയ്ക്ക് കൊടുത്തതിന് എഗെയിൻസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ കൊടുക്കേണ്ടില്ലായിരുന്നു, ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പല ഒപ്പീനിയൻസാണ്. മറ്റ് ടീംസ് പറയുന്നു, മറ്റ് ചില ആൾക്കാർ പറയുന്നു കൊടുത്തത് 100% കറക്റ്റായി. കാരണം ഇതൊന്നും പോരാ, നല്ലപോലെ ശിക്ഷ അനുഭവിച്ച് മരിക്കണം, കാരണം അവൾ അത്രയും നീചമായിട്ടുള്ള സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് ഭീഷ്മയെ തെറി പറയാൻ ടീം ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഭീഷ്മയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിട്ടുള്ള തൂക്കേറ് കൊടുക്കാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് റയറസ്റ്റ് ഓഫ് റയർ കേസിന് മാത്രമേ ഇന്ത്യൻ കോർട്ട് കൊടുക്കത്തുള്ളൂ, നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അതായത് ജുഡീഷ്യറി കൊടുക്കത്തുള്ളൂ. റയറസ്റ്റ് ഓഫ് റയർ. ഈ റയറസ്റ്റ് ഓഫ് റയറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്ത കൊലപാതകങ്ങൾ, ഭയങ്കര ക്രൂവലായിട്ടുള്ള കൊലപാതകങ്ങൾ, അത്യപൂർവമായിട്ടുള്ള കൊലപാതകങ്ങൾ, വളരെയധികം ഒരു വെറൈറ്റിയുള്ള കൊലപാതകങ്ങൾ, പബ്ലിക് അറ്റൻഷൻ, പബ്ലിക്കിൻ്റെ ഒരു ശ്രദ്ധ കൂടുതൽ കിട്ടിയിട്ടുള്ള കൊലപാതകങ്ങൾ, ജനങ്ങൾ അത്രത്തോളം വളരെയധികം ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു ഇത് കാണിക്കുമല്ലോ, ആ രീതിയിലുള്ള കൊലപാതകം, അങ്ങനത്തെ കേസുകൾ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് റയറസ്റ്റ് ഓഫ് റയർ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടാണ് ഭീഷ്മയുടെ റയറസ്റ്റ് ഓഫ് റയറായിട്ട് കോടതി കണ്ടത് എന്നുള്ളതിൻ്റെ ഇത് ഞാൻ പറയാം. ഇനിയിപ്പം എന്തുകൊണ്ട് ഭീഷ്മയ്ക്ക് ജീവപര്യന്തം കൊടുക്കാത്തതെന്ന് പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയായിട്ട് ഞാൻ പറയാൻ പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് വിശദമായിട്ട് കോടതി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്നുള്ളൊരു കൊലപാതകമല്ല. അതായത് ഒരാൾ നമ്മൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊന്നതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയിട്ട് പോയി കൊന്നതല്ല, ഇനി കൊല്ലണം തോന്നിയിട്ട് പോയി കൊന്നതല്ല. ഇതിനു മുമ്പും പലതവണ ചാലഞ്ച് എന്ന പേരിൽ ഒരുപാട് തവണ ശ്രമം നടത്തിയ വ്യക്തിയാണ് ഭീഷ്മ. പരാജയപ്പെട്ടു, അടുത്തത് നോക്കി, പരാജയപ്പെട്ടു, അടുത്തത് നോക്കി. ഓക്കെ, പലവട്ടം പ്ലാൻ ചെയ്തു. അപ്പം ഈ പ്ലാൻ ചെയ്യുന്നതിൻ്റെ കൂടെ നാടകം നടത്തുന്നുണ്ട്. നാടകം, പക്കാ ക്രിമിനൽ മൈൻഡ് നാടകം. അതായത് ആൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അഭിനയിച്ചുകൊണ്ടാണ് ആളുടെ അടുത്ത് പെരുമാറുന്നത്. ഓക്കെ, അങ്ങനെ നാടകം കളിക്കുക, അതിൻ്റെ വേറെ. ഇതിൻ്റെ മുമ്പായിട്ടുള്ള പല ശ്രമങ്ങൾ വേറെ. അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട്, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഫോണിൽ റിസർച്ച് ചെയ്യുക, ഗൂഗിളിൽ പോയി റിസർച്ച് ചെയ്യുക, കുറേ സംഭവങ്ങൾ. ഓക്കെ, കടയിൽ നിന്ന് പാരസ്റ്റമോളും മേടിച്ച് കലക്കി കുപ്പിയിൽ കഴിച്ച ഒരു ശ്രമം പരാജയപ്പെട്ടു, പിന്നെ കഷായം, അങ്ങനെ പല. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങൾ. എന്നുവെച്ചാൽ നമുക്കത് മാറ്റി വെക്കാം. അടുത്തത് റയറസ്റ്റ് ഓഫ് റയർ എന്ന് പറയുന്ന കാരണങ്ങളാണ് പറയുന്നത്. ഒരാളെ വിളിച്ചു വരുത്തുക വീട്ടിലോട്ട്, എന്നിട്ട് അയാളെ പറ്റിച്ചിട്ട് അയാൾക്ക് വിഷം കൊടുക്കുക. അതായത് സ്നേഹത്തിൽ വഞ്ചന കലർത്തിയിട്ട് കഷായം കൊടുത്തു, അതായത് ഇതിട്ടിട്ട് ഈ വിഷം ഇട്ടിട്ട്, എന്നിട്ട് കുടിച്ചു കഴിഞ്ഞ ശേഷം അയാൾ ഛർദ്ദിക്കുക. ഛർദ്ദിച്ച ശേഷം പിന്നെ നാടകം, അവിടെ നാടകം കളി വീണ്ടും തുടരുന്നു, തുടർക്കഥയായിട്ട് നാടകം കൊണ്ട് നാടകം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഈ നാടക കഥയുടെ തുടർക്കഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മറിക്കാൻ വേണ്ടിയിട്ട് അതിലേറെ വലിയ നാടകം കളിക്കുക, ഈ സംഭവം മറിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നാടകം കൊണ്ട് പോലീസിനെ പോലും അവരുടെ അടുത്ത് പോലും കള്ളം പറയുക, മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുക, പല രീതിയിലുള്ള വിശ്വാസം, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഈ ഷാരോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പയ്യൻ, 23 വയസ്സായ ഈ പയ്യൻ 11 ദിവസം അടുത്ത് മരിക്കാൻ. ആ 11 ദിവസം തൻ്റെ ശരീരത്തിലുള്ള എല്ലാ പാർട്സും പോയി, ദ്രവിച്ചു പോയി, വെള്ളം പോയി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി. കിഡ്നി, ലിവർ, അന്നനാളം എല്ലാം നശിച്ചു. അപ്പോൾ 11 ദിവസം സഫർ ചെയ്തു. ഒരു മനുഷ്യൻ 11 ദിവസം സഫർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, ഇത്രയും കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്.
ആരെങ്കിലും ഒരാൾ 11 ദിവസം സഫർ ചെയ്ത് മരിച്ചിട്ടുണ്ടോ? ഒരാളെ കൊന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. ഭീഷ്മക്ക് എന്തുകൊണ്ടാണ് വധശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്നുള്ളത്. 11 ദിവസം ഒരാൾ കൊല്ലാതെ ഇഞ്ചിഞ്ചായി കൊന്ന് അവസാനം അയാളെ മരണത്തിലോട്ട് തള്ളിവിട്ട വ്യക്തി എന്ന് പറഞ്ഞ ഭീഷ്മ. ഇത്രയും കൊലപാതകങ്ങൾ നടന്നു. എങ്ങനെയാണോ കൊന്നത്? അവർ വെള്ളം കുടിക്കാൻ കഴിയാതെയാണ് കൊന്നത്. 11 ദിവസം അനുഭവിച്ചിട്ടാണ് കൊന്നത്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഭീഷ്മക്ക് കൊടുത്തത് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പറഞ്ഞത് സത്യമല്ലേ? ആ ജഡ്ജി വിധിച്ചത് സത്യമല്ലേ? കറക്റ്റല്ലേ? തൂക്കേത് സത്യമല്ലേ? യെസ്. ഭീഷ്മ അപ്പീലിന് പോയാലും ഇതൊക്കെ നോക്കും. ചിലപ്പോൾ അറിയില്ല കേട്ടോ, ചിലപ്പോൾ ഭീഷ്മ ഇറങ്ങിപ്പോരാൻ പറ്റില്ല. വേറെ കാര്യം, വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും പുറംലോകമില്ല, ലൈഫ് ഇംപ്രസ്മെൻ്റാണ്. എങ്ങനെ കുറച്ചാലും അതിൻ്റെ അകത്ത് മരണം വരും. ഓക്കെ, അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോയാൽ തന്നെ ഹൈക്കോടതി പോയാലും സുപ്രീം കോടതി പോയാലും ഇതൊക്കെ ചെക്ക് ചെയ്ത് വരും. ഓക്കെ, പിന്നെ അവസാനത്തെ പ്രസിഡൻറ്റിൻ്റെ കയ്യിലെത്തും. അവിടെ പ്രസിഡൻറ്റിന് പാർഡണിങ് പവറുണ്ട്. അത് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയില്ല, കിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ഇതൊക്കെ നോക്കിയിട്ടാണ് അവരത് എടുക്കുന്നത്, വാല്യൂ ചെയ്യുന്നത്. ഞാൻ പറയുള്ളത്, ഒരു 11 ദിവസം ഒരു വ്യക്തിയെ കൊല ചെയ്ത് കൊന്നവൾ, അങ്ങനെ ഒരു കേസില്ല എൻ്റെ അറിവിലില്ല, ഇന്ത്യയിലില്ല. അപ്പം റേറസ്റ്റ് ഓഫ് റെയറാണ്. ഭീഷ്മക്ക് കൊടുത്തത് പക്ക കറക്റ്റാണ്. അപ്പം ഇനി ആ സംശയമൊന്നും ആർക്കും ഉണ്ടാവരുത്. എന്തുകൊണ്ട് ഭീഷ്മക്ക് മാത്രം കൊടുത്തു, ബാക്കി എത്രയോ പേര് കൊടുത്തില്ല? എത്രയോ പേരുണ്ട് അവിടെ, അത് ചെയ്തോലും ഇത് ചെയ്തോലും ഇങ്ങനെ കൊന്നോലും മറ്റത് കൊന്നോലും ആ രീതി കൊന്നോലും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ വർത്തമാനം പറയുന്നു. ഓലോടാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞാണെങ്കിൽ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാളെ കൊല്ലുക, എന്തൊരു പൂച്ചയെ കൊല്ലണ പോലെ കൊല്ലുക, എന്നിട്ട് അതിൽ യാതൊരു റിഗ്രറ്റും ഇല്ല, ചെയ്ത് ശരിயான രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ എന്തിനാണ് വെറുതെ തീറ്റിപ്പൊറ്റി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം? കൊന്നു കളയുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, സപ്പോർട്ട് വേണേ. നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. നമുക്ക് ഇനിയും ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.